രാവിലെ ജോലിയെല്ലാം ഒരുക്കിയതിന് ശേഷം ഇച്ചിരി അരിയും ഉഴുന്നും കൂടെ ഒന്ന് അരയ്ക്കാനായിട്ടിട്ട് കേട്ടോ ഗ്രൈൻഡറിൽ. സത്യം പറഞ്ഞാൽ മാവ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന 50 രൂപ 60 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന മാക്സിമം ഒരു 10 12 ദോശയ്ക്ക് നമുക്ക് വരും. സത്യം എന്താ നഷ്ടമാണെന്ന് അറിയാമോ? നമ്മൾ ഇച്ചിരി ഒന്ന് പാടുപെട്ടാൽ അല്ലേ, ഇച്ചിരി നമ്മളൊന്ന് ജോലി ചെയ്യണം. ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് ഞാനിതാ ഒരു 1/4 കിലോ ഉഴുന്നാണ് ഈ ഇട്ടേക്കുന്നത്. ഇതാ ഒരു ഗ്രൈൻഡർ ഒരു അര ഭാഗം നിറച്ചുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 നാഴി അരിയും കൂടെ, അതും റേഷൻ അരിയാണ്, ഒരുപാട് വിലയൊന്നും കൊടുക്കാത്ത അരിയാണ്. റേഷൻ അരിയൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിത് റേഷൻ അരിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ 3 നാഴി, 1.5 നാഴി പച്ചരിയും 1.5 നാഴി ചാക്കരിയും കൂടെ ഞാനൊന്നിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരുമിച്ച് ആട്ടാനായിട്ട്. ഇനി ഏകദേശം അരയാറാകുമ്പോൾ 2 പച്ചമുളകും 1 കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു കറിവേപ്പിലയല്ല, ഒരു തണ്ടോ 1 2 ഉള്ളതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അരച്ചൊന്ന് നോക്കണം. സത്യം പറഞ്ഞാൽ ആ ദോശയോ ഇഡലിയോ കഴിക്കാൻ എന്താ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ കടയിൽ നിന്ന് വെറുതെ വാങ്ങിച്ച് കളയുന്ന മാവ് സത്യം ചിലപ്പോൾ സങ്കടം തോന്നും കേട്ടോ. പന്ന മാവായിരിക്കും നമ്മൾ വാങ്ങുന്നത്. കുറച്ചൊന്ന് ജോലി ഒന്ന് ചെയ്യാൻ വയ്യ എന്നൊന്ന് മടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാശും പോവും, പിന്നെ നമുക്ക് ടേസ്റ്റുള്ള ഒരു ഭക്ഷണവും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിന്ന് രാവിലെ എണീറ്റ് ഒരു 1/4 കിലോ ഉഴുന്നും 3 നാഴി അരിയും കൂടെ ഇട്ടിട്ടുണ്ട്. എനിക്കിത് ഒരാഴ്ചത്തേക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. രാത്രി ആയാലും രാവിലെ ആയാലും സമാധാനത്തോടു കൂടി കഴിക്കാം. എവിടെയെങ്കിലും നമ്മളൊന്ന് പോയിട്ട് വന്നാലും സാധനം ഇരിപ്പുണ്ടല്ലോ, പിന്നെ ചമ്മന്തിപ്പൊടിയും പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടെ ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ വിരുന്നുകാർ ആരെങ്കിലും വരുവാണെങ്കിൽ, കാപ്പി കുടിക്കാനൊക്കെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുന്നത്. മിക്സിയിൽ അരച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഞാൻ മിക്സിയിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, മിക്സിയിൽ പറ്റത്തില്ല. മിക്സിയിൽ ഇതുപോലെ ഗ്രൈൻഡറിൽ വരുന്നത് പോലെ മാവ് പൊങ്ങി വരത്തില്ല. ഗ്രൈൻഡറിൽ ഉഴുന്നാട്ടിയാൽ നല്ല നിറച്ച് നമുക്ക് കിട്ടും. ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത ഒന്ന് അരി ഇടാനായിട്ട് പോവുകയാണ്. ഉഴുന്ന് നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് അരി ഇടട്ടെ. ഇതാ ഞാൻ ഈ ഉഴുന്നെല്ലാം വാരിയിട്ടുണ്ട്. ഒരു അരപ്പാത്രം, ഒരു വലിയ തൂക്കുപാത്രത്തിന് അരപ്പാത്രം ഉഴുന്ന് തന്നെ ഉണ്ട്. ഞാനിതടുത്ത് അരി ആട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ്ടോ ഈ പാത്രത്തിൽ കൊള്ളത്തില്ല. വെറും ഒരു 40 രൂപയുടെ ഉഴുന്നും കൂടിയാൽ നമ്മുടെ പച്ചരിയും ചാക്കരയും ഉണ്ട്. റേഷൻ അരി വളരെ വിലക്കുറവാണ്. ഒരു 10 രൂപയുടെ അരിയും കൂടെ ഇട്ട് മൊത്തം 50 രൂപയുടെ സാധനമാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന 50 60 രൂപയ്ക്കുള്ള ഈ പാക്കറ്റ് മാവിന് ഇതിന് നമുക്കൊരു 10 പാക്കറ്റ് ആക്കാൻ പറ്റും. 50 രൂപയുടേത് നമുക്കൊരു 500 രൂപയ്ക്കുള്ള, സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് ആട്ടിയെടുക്കാൻ പറ്റും, അരിയും മാവും കൂടെ. അപ്പം നിങ്ങൾ ഈ കടയിൽ നിന്നൊക്കെ ഈ പന്ന മാവ് വാങ്ങുന്നതിനെക്കാട്ടി ഇച്ചിരി ഒന്ന് മെനക്കെട്ട് ഒരു ഗ്രൈൻഡർ വാങ്ങിയിട്ട് അതിൽ അരച്ചെടുത്താൽ നല്ല അടിപൊളി മാവ് കിട്ടും. ഞാനിനി അരി ഒന്ന് അരച്ചെടുക്കട്ടെ. ഉഴുന്നെല്ലാം വാരിയതിന് ശേഷം അരി അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം അരി നമ്മൾ വാരി ഇടാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ അരി ഇടാവൂ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് അരി എല്ലാം ഇതിലോട്ടൊന്ന് തട്ടട്ടെ. ഇതാ അരിയൊക്കെ ഏകദേശം അരഞ്ഞിട്ടുണ്ട്. ഇനി അരി കൂടെ ഒന്ന് പാത്രത്തിലോട്ട് മാറ്റാനായിട്ട് പോവുകയാണേ. ഇതാ കണ്ടോ, അര ഗ്രൈൻഡറോളം അരിയും ആട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉഴുന്ന് ഞാൻ 2 പാത്രത്തിലായിട്ട് എടുത്തു. കാരണം അരി കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് പൊങ്ങിക്കളയും. നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇത് പൊങ്ങിക്കളയും. അതുകൊണ്ട് ഞാനിത് 2 പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അരിയും കൂടെ ഒന്ന് മാറ്റട്ടെ. ഇതാ അങ്ങനെ നമ്മുടെ അരി ഉഴുന്നെല്ലാം ആട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കലക്കാതെ വയ്ക്കുവാണ്. കാരണം ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ എടുക്കത്തുള്ളൂ. കാരണം അല്ലാതെ ഒരു ചെരുവ നിറച്ചിട്ട് അല്ലാതെ ഞാനിത് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ 2-3 ദിവസത്തേക്ക് വരും. അത് കഴിഞ്ഞിട്ടേ ഇത് എടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചിലരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ മടി കാരണം ആരും ചെയ്യാൻ ശ്രമിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ പെട്ടെന്ന് ചെന്ന് കവർ മാവ് വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഭയങ്കര നഷ്ടമാണ്. അതുപോലെ നല്ല വൃത്തിയായിട്ടൊന്നും അല്ല നമുക്ക് അവിടെ നിന്നുള്ള ആ മാവ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ നോക്കുക. ഒരു ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും മടി കാണിച്ചിരിക്കാതെ ഇങ്ങനെ ഒന്ന് അരച്ചു നോക്കുക. നമുക്ക് കാശും ലാഭം, നമ്മുടെ ആരോഗ്യവും നമുക്ക് മെച്ചമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാനിത് വെറുതെ ഒരു വീഡിയോ എടുത്ത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതാണ്. ഒരുപാട് ജോലിയുള്ളത് തന്നെയാണ് എനിക്ക്. കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ മാവ് വാങ്ങുമ്പോൾ സങ്കടം വരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, വെറുതെ ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കടയിൽ നിന്ന് പന്ന മാവ് വാങ്ങണ്ട. അപ്പോൾ ഓക്കെ, ബൈ.